ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ഇൻസുലേഷൻ ഇത് കമ്പി ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മൾ രാവിലെ തന്നെ നമ്മളെ പിന്നെ വാഴട്ടങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജലദോഷം പിടിച്ചു ഗൈസ്. ഇപ്പം ഇന്നലെ തൊട്ട് ജലദോഷമാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ദിവസം വർക്കിന് ഇറങ്ങാൻ പറ്റില്ല. തൊണ്ടയിൽ ചെറിയ കീറിയിരിപ്പുണ്ട്. ഒരു ടേസ്റ്റില്ല, ആഹാരം കഴിക്കുമ്പോൾ ടേസ്റ്റില്ല. അപ്പോൾ ഇന്ന് നമ്മളെ ഐറ്റം വരും, സോളാറിൻ്റെ ഫെൻസിങ് മെഷീൻ വരും കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗൈസോ മെഷീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നെടുമങ്ങാട് പോയി കേട്ടോ, നെടുമങ്ങാട് പോയാണ് വാങ്ങിച്ചത്. അപ്പോൾ സാധനം എല്ലാം അൺബോക്സ് ചെയ്ത് അതിൻ്റെ കവറ് അപ്പോൾ ഇതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഇൻസുലേറ്ററും കൂടെ വരണം, ഇൻസുലേറ്റർ വാങ്ങിക്കണം. പിന്നെ കുറച്ച് കമ്പിയും കൂടെ വാങ്ങിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ പരിപാടികൾ തുടങ്ങും. ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്നതാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ പിറ്റേ ദിവസമാണ് രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ജലദോഷം പകുതി കുറഞ്ഞ്, ഇനി പകുതിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ ക്യാൻസലായ ഫുഡിൽ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഞാൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം നാളെ ഒരുത്തിന് കൊടുത്ത് ഇന്നുകൊണ്ടിരിക്കുകയാണ്. തീർന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇവിടെ വന്നു കേട്ടോ. ജലദോഷം കുറഞ്ഞില്ല, ഗുളിക കഴിച്ചു കേട്ടോ. പാരസെറ്റമോൾ ഒരെണ്ണം കഴിച്ച് രാവിലെ കാപ്പിയും കുടിച്ചിട്ട് ഇങ്ങ് വന്നു. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളെ ഇൻസുലേറ്ററും നമ്മൾ ഈ വച്ച് കിട്ടുന്ന സാധനമില്ലേ, ഇവിടെ വച്ച് കിട്ടുന്നില്ലേ, അപ്പോൾ ആ സാധനം ഓർഡർ ചെയ്തു. അപ്പോൾ അവന്മാർ നല്ല പണി എനിക്ക് തന്നു. വേറൊന്നുമല്ല, പിന്നെ സാധനം ഓർഡർ ചെയ്തിട്ട് അവരെ പിന്നെ സാധനം ഇവിടെ എത്തിയിട്ട് വിളിച്ചപ്പോൾ അവർ പറയണത് ഫ്രാഞ്ചൈസി മാറി, അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകും, നമുക്ക് കിട്ടൂല, പിന്നീട് ഒന്നേന്ന് ക്യാൻസൽ ചെയ്യുമോ. ഏകദേശം ഒരാഴ്ച കൂടുതൽ വെയിറ്റ് ചെയ്ത്. അങ്ങനെ പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മഴയൊക്കെ തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് പരിപാടിയെല്ലാം പെൻഡിങ് ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മളെ ഇതില്ലേ പൈപ്പ് കട്ട് ചെയ്ത് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഉണ്ടല്ലോ. ഇത് ഓക്കെയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മണ്ടേ കൂടെ ഒരു കമ്പിയിട്ട് കെട്ടി കൊടുത്താൽ മതി. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഇതിൽ കറണ്ട് വരെയാണ്, ഇവിടെ ജസ്റ്റ് പാസ്സായി പോകണം കേട്ടോ. അത് നമുക്ക് ശരിയാക്കാം. പിന്നീട് നമ്മൾ ഇവിടെ വന്ന് ഫെൻസി എന്ന് പറഞ്ഞ വയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, നമുക്ക് കോസ്റ്റ് നല്ലപോലെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ മൂല്യഭാഗങ്ങളിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സംഭവം കുഴപ്പമില്ല, ഇങ്ങനെ മതി. നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യാനും ഇത് സാധനങ്ങളെല്ലാം ചെയ്യാമെന്നുള്ള ഇതിലും അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പം സാധനം ഇതല്ല പറഞ്ഞത്, ഇൻസുലേറ്ററാണ് പറഞ്ഞത്. ഐസൊലേറ്റർ അത് ആ സാധനമാണ് പറഞ്ഞത്. പക്ഷേ സാധനം സമയത്ത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ചെയ്തത്. അവിടെ നിന്ന് വന്നിട്ട് ഇതുവരെ ആയിരുന്നു ഫസ്റ്റ് കിട്ടിയത്. ഇവിടെ നിന്ന് പിന്നെ ജോയിൻ്റ് അടിച്ച്. ഇന്നലെ കമ്പിയിൽ അടിഭാഗം വൃത്തിയായി ഫുള്ള്. ഞാൻ പോണമുണ്ട്, അതാണ് മൂലയിൽ വെച്ചിരുന്നത് കേട്ടോ. ഇവിടെയും ജോയിൻ്റ് അടിക്കുകയും തോന്നുന്നു. ഇത് കമ്പി കുരുങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ മുറിക്കേണ്ടി വന്നു, മുറിച്ചിട്ട് ജോയിൻ്റ് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടെ മരത്തിൽ തട്ടി കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ ഒരു പൈപ്പ് കയറി വെച്ചു. ഇവിടെ ഇത് വയർ ടൈറ്റ് ചെയ്തതാണ് കേട്ടോ.
ഇവിടെ ഇന്നലെ ചെറിയൊരു പവർ കുറവുണ്ടായിരുന്നു, എവിടെ ടച്ചായിരുന്നു, അതുകൊണ്ട് അവിടെ ഇവിടെ കോർണർ ഈ ഒരു സംഭവം വെച്ച് ഈ വലയിലൊക്കെ ശരിയാക്കി. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല, ഞാൻ മണ്ണ് വെട്ടിക്കളഞ്ഞു. ഇവിടെ ഒരു ജോയിൻ്റ് അടിക്കുന്നുണ്ട്. ഈ കുറ്റി ഇന്നലെ പുഴുതു പോയതാണ്, കെട്ടിക്കൊണ്ടുവന്ന വയറ് ടൈറ്റാക്കിയപ്പോഴേ പുഴുതു പോയി. പിന്നെ രണ്ടാമത് അടിച്ച് ഫിറ്റ് ചെയ്തു. ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വാഴയിൽ തട്ടി, പിന്നെ അവിടെ ഒരു പൈപ്പ് എടുത്ത് കൊടുക്കേണ്ടി വന്നു. വാഴ മുറിച്ച് കളയാൻ പറ്റില്ല, അവിടെ കുലച്ച വാഴയാണ്. ഒരടി വേറെ ഒന്നുമില്ല, പേടിച്ചു. ഒരു പൈപ്പ് അഡീഷണൽ ഇവിടെ വന്നു, അതങ്ങനെ പിന്നെ അവിടെ ഇട്ടിരുന്നു. ഇത് മൂലഭാഗമാണ് കേട്ടോ, ഇവിടെ വയർ ടൈറ്റ് ചെയ്താണ്. ഇങ്ങനെ പ്ലെയർ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മൂല, ലാസ്റ്റ് ടൈമിറ്റ് ഇങ്ങനെ ചെയ്തില്ല. അപ്പം എർത്ത് കുഴിച്ചിട്ടുള്ളൂ, പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യണമെന്ന് ഇത് വെച്ചിട്ടുള്ളൂ. ഇനി ഇതിപ്പോൾ ഉപ്പും കരിയും കൂടെ ഇട്ട് മൂടണം. എർത്ത് ഇതിലേക്ക് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലെടുത്തുകൊണ്ട് നേരെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവച്ചു. അപ്പോൾ എർത്ത് ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പും കരി ഇട്ടിട്ടുണ്ട്. കരി അടിഭാഗം ഇട്ടിട്ടുണ്ട്. ഇതിനെ ഒന്ന് സെറ്റാക്കട്ടെ ഗൈസ്. അപ്പോൾ ഒരു വാഴ മാറ്റി തരണമെന്ന് കേട്ടോ. വാഴ ഇളക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നട്ടിട്ടുണ്ട്, ഇനി ചവിട്ടി ഉറപ്പിച്ചാൽ മതി. ചവിട്ടി ഉറപ്പിക്കണം. ഇത് പൂവൻ വാഴയാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇൻസുലേഷൻ്റെ വെള്ള ടേപ്പില്ലേ, അത് ചുറ്റിക്കണേയാണ്. ഇത് വയറാണ്, അതിൽ കൂടെ ചുറ്റിക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിങ്ങനെ. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, കുറച്ചുകൂടെ അടിപൊളിയായിട്ടും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ലൈനാണ്. ഇനി ഇവിടെ 1 2 3 മൊത്തം 3 ലൈൻ വരും കേട്ടോ. ഇപ്പോൾ ഒരു കമ്പി ലൈനാണ് വലിച്ചിരിക്കുന്നത്, ബാക്കി കൂടെ വലിക്കണമെന്നുണ്ട്. വയ്യേം താനും പിന്നെ മഴയുണ്ട്. അപ്പോൾ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴയും കൂടെ പെയ്താൽ ആ പടം കുളമാവും. നമുക്കത് പിന്നെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഒരു ലൈൻ നമ്മൾ ഫുള്ള് വലിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ വയറ് ടൈറ്റ് ചെയ്യണത് വയറ് ടൈറ്റിയർ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഞാൻ വാങ്ങിച്ചില്ല. അത് ഒരെണ്ണം തന്നെ ഏകദേശം 700 രൂപ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ, ഈ മെത്തേഡിലാണ് ചെയ്യണത്. പ്ലെയർ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വെച്ച് ജോയിൻറ്റ് നമ്മൾ മുറിച്ചെടുക്കേണ്ടി വന്നു, അങ്ങനെ ജോയിൻ്റ് അടിച്ചാണ് കേട്ടോ ഗൈസ്. അടുത്ത ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ വന്ന് രണ്ടാമത്തെ ലൈൻ വലിച്ചു കേട്ടോ. രണ്ടാമത്തെ ലൈൻ സെറ്റാക്കിയിട്ടുണ്ട്. 2 ലൈനായി. ഇനി ഇവിടെ ഒരു ലൈൻ കൂടെ വരും കേട്ടോ. രാവിലെ ഇത് പണിയായിരുന്നു. ഉച്ചയ്ക്കിപ്പോൾ സമയം 1:30 കണ്ടായി കേട്ടോ. അപ്പോൾ ആഹാരം കഴിച്ചിട്ട് ഇത് റെസ്റ്റ് എടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കൂടെ കെട്ടാണ്ട്, ഇനി ആ ഭാഗത്ത് കുറച്ച് കെട്ടാണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ പരിപാടിയെല്ലാം കഴിഞ്ഞ്. പിന്നെ അടുത്ത ഒരു ലൈനും കൂടെ ഉണ്ട്, അത് പിന്നീട് ചെയ്യാം. തൽക്കാലം 2 ലൈനും മതി കേട്ടോ നമുക്ക്. ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് ബൈ.